അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു നസ്റഹിനെ പറ്റിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്. ഈ ക്ലാസ്സിൽ അധികം പറയുന്നത് അധികം ആളുകൾ തെറ്റിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ, തെറ്റിക്കുന്ന ഭാഗങ്ങളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. പിന്നെ വിശദീകരണം കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്ത് തുടക്കം മുതൽ അവസാനം വരെ തജ്വീദ് നിയമത്തിൽ ഒന്ന് ഓതി പരിശീലിക്കുകയും ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് ആഊദു ബിസ്മി. അത് നമ്മൾ ഫാത്തിഹ, വല്ലുഹ ആ സൂറത്തൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ഒന്ന് പോയിട്ട് കാണുക. ആദ്യമായിട്ട് ആദ്യത്തെ ആയത്ത് അലം നശ്റഹ് ലക സദ്റക്. ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് അലം നശ്റഹ്, ഹ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എല്ലാ വീഡിയോയിലും പറഞ്ഞത് തന്നെയാണ്. നമ്മൾ എരിവ് വലിക്കുമ്പോൾ അത് തന്നെയാണ്. അപ്പോൾ നശ്റഹ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ടല്ല, ഒന്ന് ആ അക്ഷരം നീളുക തന്നെ ചെയ്യണം. ഹ സുക്കൂനാക്കി ഉച്ചരിക്കുമ്പോൾ നശ്റഹ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. അലം നശ്റഹ് ലക സദ്റക്. സ്വാദ് പറയുമ്പോൾ ചുണ്ട് കൂർക്കാൻ പാടില്ല. സ്വദറക്ക് എന്ന് ചുണ്ട് കൂർക്കാതെ സദ്റക്. അലം നശ്റഹ് ലക സദ്റക്. അടുത്ത ആയത്താണ് വവളഅന അൻക വിസ്റക്. വവളഅന, രണ്ട് വാവുണ്ട്, അത് ചുണ്ട് കൂർപ്പിച്ചിട്ടാണ് പറയേണ്ടത്. വവളഅന. പിന്നെ ലോദ് പറഞ്ഞു അരുനീളം, സൈഡ് ഭാഗം, അതായത് അണപ്പല്ലുകൾ, നാവിൻ്റെ അരുനീളം അണപ്പല്ലുകളോട് ചേർത്തിട്ട് ഇങ്ങനെ ലോ ലീ ലൂ ഔ വവളഅന അൻക വിസ്റക്. അവിടെ അയിന് ശ്രദ്ധിക്കണം. പിന്നെ അങ്ക എന്ന് മലയാളത്തിലുള്ള അങ്ക ആയി പോകാൻ പാടില്ല. അങ്ക ക കി കു അക്. അപ്പോൾ മലയാളത്തിലുള്ള അങ്ക എന്ന് പറയാൻ പാടില്ല. വവളഅന അൻക വിസ്റക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത ആയത്തിലേക്ക് പോകാം. അടുത്ത ആയത്താണ് അല്ലദീ അൻഖള ലഹ്റക്. ആദ്യം ലോദാണ്, പിന്നെ ലഹ്റക്ക് ലോ ആണ്. അപ്പോൾ ആ രണ്ടക്ഷരവും മാറിപ്പോകാൻ പാടില്ല. ആദ്യത്തെ അക്ഷരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാവിൻ്റെ സൈഡ് ഭാഗം അണപ്പല്ലുകൊണ്ട് ചേർത്ത് അരുനീളം എന്ത് ചെയ്യണം, ചേർത്ത് പിടിച്ചിട്ട് ലഹ്റക്ക് എന്നുള്ളത് നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ തലമ തട്ടിയിട്ട് ലഹ്റക്. അല്ലദീ അൻഖള ലഹ്റക്. അവിടെ ഖാഫുണ്ട്, അതും ശ്രദ്ധിക്കണം. വറഫഅന ലക ദിക്റക്. അവിടെ വറഫഅന അയിന് സുക്കൂൻ വരുമ്പോൾ പല ആൾക്ക് വറഫഅന ഹംസക്ക് സുക്കൂൻ കൊടുത്തിട്ട് ഓതാറുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം. വറഫഅന ലക ദിക്റക്. അടുത്ത ആയത്താണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. അവിടെ ശദ്ദുള്ള നൂനുണ്ട്, മണിക്കണം. പിന്നെ ഫഇന്ന മഅൽ ഉസ്രി, സീന് ഉസ്രി എന്ന് പറയാൻ പാടില്ല, സീന് നീട്ടണം. فإن مع العسر يسرا فإذا فرغت فانصب. അവിടെ ഫഇദ എന്നുള്ളതിൽ ദാല് പല ആളുകളും ദാലാക്കി ഉച്ചരിക്കാറുണ്ട്, നാവിൻ്റെ തല മേലെ മുൻപല്ലിൻ്റെ തലമ തട്ടിയിട്ട്. ഫഇദ ഫറഗ്ത ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പല ആളുകളും ഫറഗ്ത ഗൈന് നീട്ടാതെ ഉച്ചരിക്കാറുണ്ട്. ഗൈന് ലിഹുവിൻ്റെ അക്ഷരമാണ്. അപ്പോൾ അവിടെ നീട്ടിയിട്ട് തന്നെ, ആ ശബ്ദം നീളിയിട്ട് തന്നെ എന്ത് ചെയ്യണം, ഉച്ചരിക്കണം. ഫഇദാ ഫറഗ്ത ഫൻസബ്. അടുത്ത ആയത്താണ് വഇലാ റബ്ബിക ഫർഗബ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് റോ ആണ്. മലയാളത്തിലുള്ള റാ പറയാം, വഇലാ റബ്ബിക എന്ന് പറയുന്നത് റോ, വായ നിറച്ച് ഉച്ചരിക്കണം. പിന്നെ ഫർഗബ് എന്നുള്ളിടത്ത് അവസാനത്തെ ബ പല ആളുകൾ ഫർഗബ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് നിർത്താറുണ്ട്. ഫർഗബ് എന്ന് ഖുതുബുജദിൻ്റെ അക്ഷരമാണ് ബ, അതുകൊണ്ടാണ് ഫർഗബ് എന്ന് നിർത്തി ഓതുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് സൂറത്ത് അവ്വൽ മുതൽ ആഖിർ വരെ തജ്വീദ് നിയമത്തിൽ ഓതണം. അപ്പോൾ നിങ്ങളും കേൾക്കുന്ന ആളുകളും എൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓതുക. എന്നാൽ മാത്രമാണ് തജ്വീദ് വളരെ സ്ഫുടമായ രൂപത്തിൽ, ഖുർആൻ വളരെ സ്ഫുടമായ രൂപത്തിൽ ഓതാൻ സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ഓതുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب ഇൻഷാ അല്ലാഹ് ഇനി ധാരാളം പ്രാവശ്യം ഒന്നെങ്കിൽ ഈ വീഡിയോ പ്ലേ ചെയ്തിട്ടെങ്കിലും പഠിക്കണം. അല്ലാഹു തആല നമ്മൾ ഓതിയതും പഠിച്ചതും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഇൻഷാ അല്ലാഹ് തുടരെയുള്ള സൂറത്തുകൾ നമ്മളെ വീഡിയോ ചാനലിൽ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകമായിട്ട് ദുആ ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.